Entrance Physics 83. Gravitation. Two equal masses, A and B, are suspended from the arms of a perfect sensitive balance by means of two weightless strings as shown in the figure. Choose the most suitable statement. Within brackets, capital R is the radius of Earth. Choices: A. Beam of the balance will remain horizontal. B. Mass B will weigh more by mgh by capital R. mg into small h by capital R. C. B will weigh 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 more by 2 mgh by R. D. B will weigh more by 2 mg by R minus h. ഇതാണ് ചോദ്യം. അപ്പോൾ ഇതൊരു ബീം ബാലൻസ്, അതിൻ്റെ ബീം ഈക്വൽ ലെങ്ത് സെൻസിറ്റീവ്, വേറെ കുഴപ്പമൊന്നുമില്ലാത്ത ബാലൻസാണ്. രണ്ട് ആംസ് രണ്ട് ഈക്വൽ മാസസ് തൂക്കിയിട്ടിട്ടുണ്ട്. എ ബി. ഈ ത്രെഡിന് ലെങ്ത് കൂടുതലാണ്, ഇത് എച്ച് എങ്കിൽ ഇതിലേത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി എന്നുള്ളത് നമുക്കറിയാം. എച്ച് ഹൈറ്റ്, ഇതിപ്പോൾ സർഫസ് ഓഫ് എർത്ത് എന്നെടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് എച്ച് ഹൈറ്റിലുള്ള മാസ എ. ജി അറ്റ് എ ഹൈറ്റ് എച്ച് ഈക്വൽസ് ജി അറ്റ് ദി സർഫസ് ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. വേരിയേഷൻ ഓഫ് ജി, ഹൈറ്റ് കൊണ്ടുള്ള വേരിയേഷൻ ഈ റിലേഷൻ പഠിച്ചിട്ടുള്ള എങ്കിൽ ജിയിലുള്ള ചേഞ്ച് ജി സർഫസ് ഡെൽറ്റ ജി മൈനസ് ജി എച്ച്. ജി ആയിരിക്കും വലുത്, ജി എച്ച് കുറവാണല്ലോ. അപ്പോൾ ജി ഇവിടുന്ന് ഇത് ബ്രാക്കറ്റ് മാറ്റി കഴിയുമ്പോൾ ജി അറ്റ് എച്ച് ഈക്വൽസ് ജി മൈനസ് 2gh ബൈ ആർ എന്ന് വരും. ഓർ ജി മൈനസ് ഡെൽറ്റ ജി, ചേഞ്ച് ഇൻ ജി ഈക്വൽസ് ഡെൽറ്റ ജി ഈക്വൽസ് ജി മൈനസ് ജി എച്ച്, that we will get as 2gh by r. എങ്കിൽ ചേഞ്ച് ഇൻ വെയ്റ്റ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽസ് എം ഇൻറ്റു ഡെൽറ്റ ജി, ദറ്റ് ഈസ് 2mgh ബൈ ആർ. അപ്പോൾ എക്ക് ഇത്രയും കണ്ട് വെയ്റ്റ് കൂടും എയേക്കാൾ. അതാണ് ആൻസർ. അപ്പോൾ ചോയ്സ് ഈസ് C. B will weigh more by 2 mgh by R. Another one. A and B are two satellites. Capital A and capital B are two satellites of equal mass m, small m, revolving in the same circular orbit of radius small r around the earth in opposite directions. They make completely inelastic collisions. Then the ratio of total energy before and after collision, bracket, considering the Earth satellite system, W1 is to W2 is A 1 is to 1, B 1 is to 2, C
2:1, D 4:1. ഓക്കെ, സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. അത് പൊട്ടൻഷ്യൽ എനർജി എർത്ത് സാറ്റലൈറ്റ് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് GMM/-GMM/R. അവിടെ ഇപ്പോൾ ജിയും എമ്മും സ്മോൾ എമ്മും എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് കെ എന്നിരിക്കട്ടെ. അപ്പോൾ -K/R എന്നെടുക്കാം പൊട്ടൻഷ്യൽ എനർജി. ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ mv²/r ഈക്വൽ GM m. എർത്തിൻ്റെ മാസാ ക്യാപിറ്റൽ G(m)m/r². ഇവിടുന്ന് mv² ഈക്വൽസ് GMM/r. ഇതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഹാഫ്, അപ്പോൾ കൈനറ്റിക് എനർജി ആയി ½ mv² ഈക്വൽസ്. അപ്പോൾ ഇവിടെ ആ ഹാഫ് വരും GMM/2r. GMM എന്ന് പറഞ്ഞാൽ K, അപ്പോൾ K/2r. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി -K/r-ഉം കൈനറ്റിക് എനർജി K/2r. പൊട്ടൻഷ്യൽ എനർജി -K/r, കൈനറ്റിക് എനർജി K/2r. കൈനറ്റിക് എനർജി ഒരിക്കലും നെഗറ്റീവ് ആവില്ല, പോസിറ്റീവാണ്. എങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി, അതായത് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ -K/r + K/2r എന്ന് പറഞ്ഞാൽ -K/2r വരും. ഇത് ഈ R ഇപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റാണ്, R ഇവിടെ ഇൻവോൾവ് ആകുന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ചോദ്യത്തിൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ -K/2 എന്നങ്ങ് എടുക്കാം. R ഒന്നെന്നങ്ങ് വിചാരിച്ചാൽ മതി, -K/2. ഇനി ഇത് ഈ ചോദ്യത്തിലോട്ട് നോക്കുക. എർത്ത് ഒരു എ എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു, ബി സാറ്റലൈറ്റ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ പെർഫെക്റ്റ് ഇനിലാസ്റ്റിക് കൊളിഷൻ നടത്തുക. അപ്പോൾ കൊളിഷൻ കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നാവുക. അപ്പോൾ ടോട്ടൽ എനർജി ബിഫോർ ഇമ്പാക്റ്റ് ഓർ ബിഫോർ കൊളിഷൻ W1 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി × 2. 2 സാറ്റലൈറ്റ് ഉള്ളതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി -K/2 എന്ന് കണ്ടല്ലോ ഇപ്പോൾ. ദാറ്റ് × 2 ഓർ ദാറ്റ് ഈസ് -K. ടോട്ടൽ എനർജി ആഫ്റ്റർ കൊളിഷൻ W2 ഈക്വൽസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക് കൊളിഷനാണ്, ഓപ്പോസിറ്റ് സെൻസി വരുന്നതാണ്, രണ്ടിനും തുല്യ മാസാണ്. അപ്പോൾ കൊളിഷൻ കഴിയുമ്പോൾ ഇത് രണ്ടും റെസ്റ്റിലാവും, വെലോസിറ്റി ക്യാൻസൽഡ് ആവും. അപ്പോൾ കൈനറ്റിക് എനർജി കൊളിഷൻ കഴിയുമ്പോൾ 0, രണ്ടും കൂടെ ഒട്ടിച്ചേർന്ന് ഒന്നാകുക. അപ്പോൾ കൈനറ്റിക് എനർജി 0. അപ്പോൾ ടോട്ടൽ എനർജി ആഫ്റ്റർ കൊളിഷൻ W2 ഈക്വൽസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് 0 × 2. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ -K × 2. നേരത്തെ കാണല്ലോ, പൊട്ടൻഷ്യൽ എനർജി ഈസ് -K. R ഇവിടെ നമ്മൾ ഒന്നെന്നങ്ങ് എടുക്കുക. അപ്പോൾ -K × 2. Therefore റേഷ്യോ W1/W2 ഈക്വൽസ് -K/-2K. That is 1/2. Or ratio is 1:2. That is the answer. Another one. A particle of mass m, small m, is subject to gravitational force of magnitude K/r², small r square, K being a constant. The particle describes elliptical path with extreme distances small a and small b from the center of the force. എന്ന് പറഞ്ഞാൽ സണ്ണോ സാറ്റലൈറ്റോ എർത്തോ എന്തെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വസ്തു, അതായത് സെൻറ്റർ ഓഫ് ഫോഴ്സ്, ഫ്രം ദി സെൻറ്റർ ഓഫ് ഫോഴ്സ്. If v1 and v2 are the velocities of the particle at a and b, distances a and b, small a and small b respectively, choose the equation describing the motion of the particle. A,
half m into v1 square minus v2 square equals k into ab by a minus b. Second choice, B. v2 square equals v1 square plus km into a minus b by ab. C. v2 square equals v1 square plus 2k into a minus b by abm. അല്ലെ m into ab. D. v2 square equals v1 square minus 2km into a minus b by ab. ഇതാണ് ചോദ്യം. ഇതാണ് സെൻറ്റർ ഓഫ് ഫോഴ്സ്. അതിന് ചുറ്റും ഒരു എലിപ്സിൽ കടന്ന് ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങുക. എയിലെത്തുമ്പോൾ വെലോസിറ്റി v1, ബിയിലെത്തുമ്പം വെലോസിറ്റി v2. ഇവിടുത്തെ ഫോഴ്സ് എഫ് ഈക്വൽസ് കെ ബൈ ആർ സ്ക്വയറും തന്നിട്ടുണ്ട്. ഇൻവേഴ്സ് സ്ക്വയർ ലോയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് ഊഹിക്കുക, അല്ലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, എന്തും ആയിക്കോട്ടെ. ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയാലും ഇൻവേഴ്സ് സ്ക്വയർ ലോയാണ്. എ കോൺസ്റ്റൻറ്റ് ബൈ ആർ സ്ക്വയർ. ഒന്ന് Q1 Q2 ബൈ ആർ സ്ക്വയർ, അല്ല M1 M2 ബൈ ആർ സ്ക്വയർ. രണ്ട് കേസിലും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ മൈനസ് കെ ബൈ ആർ വരും. ഗ്രാവിറ്റിയാണ് മൈനസ് കെ ബൈ ആർ, അട്രാക്ഷൻ ഉള്ളല്ലോ. ഇത് ഗ്രാവിറ്റിയാണ്, മാസ് എം തന്നിരിക്കുന്നതുകൊണ്ട് ഗ്രാവിറ്റിയാണ്. അപ്പോൾ മൈനസ് കെ ബൈ ആർ, കെ ബൈ ആർ സ്ക്വയർ ആ ഫോഴ്സ് എങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് കെ ബൈ ആർ. ഇത് മനസ്സിലിരിക്കണം. അപ്പോൾ ജി ഇൻറ്റു M1 M2 ബൈ ആർ സ്ക്വയർ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ മൈനസ് GM1 M2 ബൈ ആർ. ഇവിടെ ഇപ്പോൾ അത് കെ ബൈ ആർ, കെ ബൈ ആർ സ്ക്വയർ തന്നിരിക്കുന്നു, അതുകൊണ്ട് കെ ബൈ ആർ. സോ ചുരുക്കത്തിൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽസ് മൈനസ് കെ ബൈ ആർ. മൈനസ് ഇട്ട് കൊടുത്തു വേണം കെ ബൈ ആർ. കെ ബൈ ആർ സ്ക്വയർ ഫോഴ്സ് എങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് കെ ബൈ ആർ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി, ഇവിടെ എലിപ്സിൽ കറങ്ങുമ്പോൾ ടോട്ടൽ എനർജി മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ്. ആ പ്രോപ്പർട്ടി എവിടെ എടുക്കേണ്ടത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി അറ്റ് എ മസ്റ്റ് ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി അറ്റ് ബി. പൊട്ടൻഷ്യൽ എനർജി മൈനസ് കെ ബൈ എ. ഇവിടെ ആയിരിക്കുമ്പം പൊട്ടൻഷ്യൽ ആർ എന്ന് പറഞ്ഞാൽ എ ആ, ഇവിടെ വരുമ്പോൾ ആർ ഈസ് ബി. അപ്പോൾ ഇവിടെ വെച്ച് പൊട്ടൻഷ്യൽ എനർജി മൈനസ് കെ ബൈ എ. ഇവിടെ വരുമ്പം പൊട്ടൻഷ്യൽ എനർജി മൈനസ് കെ ബൈ ബി. അപ്പോൾ പൊട്ടൻഷ്യൽ എയിലെ ക്വാണ്ടിറ്റീസ് എഴുതുമ്പോൾ മൈനസ് കെ ബൈ എ പ്ലസ് ഹാഫ് എം v1 സ്ക്വയർ കൈനറ്റിക് എനർജി ഈക്വൽസ് ബിയിലെത്തുമ്പം പൊട്ടൻഷ്യൽ എനർജി മൈനസ് കെ ബൈ ബി പ്ലസ് കൈനറ്റിക് എനർജി ഹാഫ് എം v2 സ്ക്വയർ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഹാഫ് എം ഇൻറ്റു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഒരിടത്ത് കൊണ്ടുവരിക ഈക്വൽസ് കെ ഇൻറ്റു 1/b മൈനസ് 1/a. ഇക്വേഷനെ മൊത്തം 2/m കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽസ് or v2 square equals v1 square plus 2k by m into 1/b minus 1/a എന്ന് പറയുമ്പോൾ b minus a minus b by ab എന്ന് വരും. So equation is v2 square equals v1 square plus 2k by m into a minus b by ab. അതാണ് ആൻസർ. So choice is C. അപ്പോൾ ഇവിടെ ടോട്ടൽ എനർജി അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ മതി. ഈ പോയിൻറ്റ്സ് അറിഞ്ഞിരിക്കുക. ഫോഴ്സ് എഫ് ഈക്വൽസ് കെ ബൈ ആർ സ്ക്വയർ ആണ്. പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും മൈനസ് കെ ബൈ ആർ. ആ പോയിൻ്റ് അറിഞ്ഞിരിക്കുക. താങ്ക് യു.